ഫ്രണ്ട്സ്, ഒരു 5 മിനിറ്റ് ഫോൺ നോക്കാൻ എടുത്തിട്ട് വിലപ്പെട്ട 1 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ളവരായിരിക്കാം നമ്മളിലേറെയും. എന്നാൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യം ചെയ്യുവാനോ അല്ലെങ്കിൽ പഠിക്കുവാനോ ഇരുന്ന് കഴിഞ്ഞാൽ വിതിൻ 10 മിനിറ്റ്സ് നമുക്ക് എന്തെന്നില്ലാത്ത ബോറിംഗ് ഫീൽ ചെയ്യും. ഇതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഡോപ്പമൈൻ ട്രാപ്പിൽ കുടുങ്ങിയിരിക്കുന്നതാണ് ഇതിന് കാരണമായിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഈ ഡോപ്പമൈൻ എന്താണെന്നല്ലേ? ഡോപ്പമൈൻ എന്നത് സന്തോഷത്തിൻ്റെയും റിവാർഡിൻ്റെയും ഒരു കെമിക്കലാണ്. അതായത് എന്തോ ഒരു സന്തോഷം കിട്ടുന്നു എന്ന് ബ്രെയിനിന് ഫീൽ ചെയ്യുന്ന സമയത്ത് ഈ ഡോപ്പമൈൻ റിലീസ് ചെയ്യപ്പെടുന്നു. എന്നാൽ ഈ സന്തോഷം എന്ന് പറയുന്നത് നമുക്ക് 2 തരത്തിൽ കിട്ടാറുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് വിജയിക്കുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്തൊരു പ്ലഷർ ഉണ്ടാകാറുണ്ട്. പക്ഷെ അതിൽ ലോങ് ടൈമിൽ നമുക്ക് അധ്വാനിക്കേണ്ടതായിട്ട് വരും. ഇനി രണ്ടാമെന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റ് പ്ലഷറാണ്. അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രെയിനിന് പ്ലഷർ കിട്ടുക. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റൻറ്റ് പ്ലഷർ കിട്ടുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് ഡ്രഗ്സ് കാണുന്ന സമയത്ത് എന്തെന്നില്ലാത്തൊരു പ്ലഷർ ഉണ്ടാകും. അല്ലെങ്കിൽ ചിലരെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത പ്ലഷർ ഫീൽ ചെയ്യും. അപ്പോൾ അങ്ങനെ ബ്രെയിൻ പതുക്കെ ഈ ഇൻസ്റ്റൻറ്റ് പ്ലഷറിലേക്ക് അഡിക്റ്റ് ആയി പോകും. അതായത് വലിയ പണിയൊന്നും ചെയ്യാതെ തന്നെ ബ്രെയിനിന് എന്തെന്നില്ലാത്ത സന്തോഷം കിട്ടുന്നു. അതിനനുസരിച്ച് ഈസി ഡോപ്പമൈൻ വർക്കൗട്ട് ആവുന്നു. തൽഫലമായിട്ട് ഈ ഹാർഡ് വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ബ്രെയിനിന് ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഡിസിപ്ലിൻ നഷ്ടമാകുന്നു, നമ്മുടെ ഫോക്കസ് നഷ്ടമാകുന്നു, നമ്മുടെ വിൽ പവർ തന്നെ നഷ്ടമാകുന്നു. അപ്പോൾ ഈ ഒരു ട്രാപ്പിൽ നിന്ന് പുറത്തു കിടക്കുവാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഫോണോട് കൂടിയാണ്. ഫോൺ ഓപ്പൺ ചെയ്ത് അതിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് 1 മണിക്കൂർ നേരത്തേക്ക് ഫോൺ ഓപ്പൺ ചെയ്യാതിരിക്കുക. നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മുടെ ബ്രെയിനിനെ കൺട്രോൾ ചെയ്യുവാൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് 1 മണിക്കൂർ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത്. അതിനുശേഷം ഈ 1 മണിക്കൂർ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവാക്കാൻ കഴിയുന്ന മേഖലകളുണ്ട്. അതിപ്പോൾ എക്സസൈസ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു സ്കിൽ പഠിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ മേഖല അനുസരിച്ച് പഠിക്കുന്നതായിരിക്കാം, എന്തുമാകട്ടെ. അതിനുവേണ്ടി ആ 1 മണിക്കൂർ നിങ്ങളൊന്ന് മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഇതിലൂടെ നമുക്ക് ഒരു ഹാർഡ് ഡോപ്പമൈൻ കിട്ടുവാനുള്ള വാതിൽ നമ്മൾ തുറക്കുകയാണ് ചെയ്യുന്നത്. ലോങ് ടൈമിലേക്കാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നതെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ദീർഘകാലം നിലനിൽക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, നമ്മുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ ഇൻസ്റ്റൻറ്റ് പ്ലഷറിന് അടിമപ്പെട്ട നമ്മുടെ ബ്രെയിനാണ്. അതിനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുന്നതിലൂടെ നമ്മുടെ ഫോക്കസ് കൂട്ടുവാൻ കഴിയും, നമ്മുടെ ഡിസിപ്ലിൻ കൂട്ടുവാൻ കഴിയും, നമ്മുടെ വിൽ പവർ കൂട്ടുവാൻ കഴിയും. അതിൽ കൂടെ നമ്മുടെ ജീവിതത്തെ തന്നെ നമുക്ക് മാറ്റുവാൻ കഴിയുമെന്നുള്ളതാണ്. അപ്പോൾ പതുക്കെ ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി ഒന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കുക. ഹാർഡ് ഡോപ്പമൈൻ കൂട്ടുക. ജീവിതത്തിൽ വിജയിക്കുവാനായിട്ട് നമുക്ക് കഴിയുമെന്നുള്ളതാണ്.